മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിലേക്ക് ഇഡി അന്വേഷണമെത്താൻ കാരണം കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യനയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ കോൺഗ്രസ് പോലീസിന് ഹർജി നൽകി. മദ്യനയക്കേസിൽ മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ കെജ്രിവാളിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് കോൺഗ്രസ് ചോദിച്ചത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ എതിർക്കുന്നവർ ദില്ലിയിൽ നടത്തിയ റാലി BJPക്ക് വലിയ താക്കീതായി മാറി. കൂടാതെ കോൺഗ്രസിന് പാഠമായി മാറുകയും ചെയ്തു. എന്തെന്നാൽ രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസിനെതിരെയും നടപടിയുണ്ടായി. ഇത്തരം അന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് അല്ലാത്ത പാർട്ടികളുടെ നേരെ നടപടികൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് ആ അന്വേഷണ ഏജൻസികളുടെ നടപടികളെ എതിർക്കാതെ ഒപ്പം നിന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കോൺഗ്രസ് ഇതര പാർട്ടികളെ ആക്ഷേപിക്കാനും ആരോപണം ഉന്നയിക്കാനും BJPയുടെ അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ച നടപടി പോരെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് കെജ്രിവാൾ. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ലോകം തന്നെ പ്രതിഷേധിക്കുന്ന നിലയുണ്ടായി. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ വലിയ അഴിമതിക്കാണ് BJP തുടക്കം കുറിച്ചത്. കോൺഗ്രസും ഇതിൽ പങ്കുചേർന്നു. ഇതിലൂടെ BJPക്ക് 8251 കോടിയും കോൺഗ്രസിന് 1952 കോടിയും ലഭിച്ചു. എന്നാൽ ഇത് അഴിമതിയാണെന്ന് പറഞ്ഞ് എതിർക്കുകയും ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി ഒരു പണവും സ്വീകരിക്കില്ലെന്ന പരസ്യ നിലപാടെടുക്കുകയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. കോൺഗ്രസ് 50 കോടി രൂപ സാന്റിയാഗോ മാർട്ടിനു നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സാന്റിയാഗോ മാർട്ടിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്നാണ്. ആക്ഷേപിച്ചോ ഇല്ലയോ എന്നതല്ല, പണം സ്വീകരിച്ചതാണ് പ്രശ്നം. കോൺഗ്രസിൻ്റെ നിലപാടാണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.